ഖസീദത്തുൽ ബുർദ എന്നെല്ലാം പറഞ്ഞ് മംഗലത്തിനും സുന്നത്ത് മംഗലത്തിനും അപ്പത്തിന്റെ മംഗലത്തിനും എല്ലാം ആത്മീയമായിട്ട് നല്ല തഖ്വയോടെ ഇഖ്ലാസോടുകൂടെ ബുർദ ചെല്ലാന്നുള്ളത് വല്ലാത്ത മഹത്തുള്ളതാണ്. പക്ഷെ ആ ബുർദനെയും മര്യാദ എല്ലാം കളഞ്ഞി അശ്ലീലമായ ആഭാസമയ വാക്കുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് വളരെ ചീത്തയായ ഒരു നാണുമര്യാദയില്ലാത്ത രൂപത്തില് അതിന് നേതൃത്വം കൊടുത്ത് തൊപ്പിൻ തലേക്കെട്ടൊക്കെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഉമ്മത്തിനെ തന്നെ വളരെ ചീപ്പാക്കി മാറ്റുന്ന രൂപത്തില് ഹയാ ഇല്ലാത്ത രൂപത്തിലുള്ള ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ച് ഖസീദത്തുൽ ബുർദയുടെ മജ്ലിസിന്റെ ആ ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തില് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്ങനത്തെ പാട്ടുകാരൊന്നും നമ്മൾ വിളിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പാട്ടുകൊണ്ടൊന്നും അങ്ങനത്തെ ഒരു മധു കൊണ്ടൊന്നും ഒരു ബറക്കത്തും കിട്ടാൻ പോകുന്നില്ല. അല്ലേ? നാണില്ല, അതാ പറഞ്ഞത്. ഒന്ന് വിശ്വസ്തത, പിന്നൊന്നുണ്ട് ഹയാ, നാണം. സോഷ്യൽ മീഡിയ തുറന്നാൽ ആണിനും പെണ്ണിനും ആർക്കും ഇല്ല, സ്വല്ല ലൈവിലാ. നാണം എന്നുള്ള കാര്യവും ഉയർത്തപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, പാട്ട് മദ്ഹ് പാടല് വലിയ പുണ്യമുള്ളതാ. പക്ഷേ അശ്ലീലമായ വാക്കുകള്, സ്വകാര്യത ഒന്നുണ്ട്, അതൊന്നും ഗോപ്യമാക്കി വെക്കാതെ പുറത്തു കൊണ്ടുവന്ന് ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ വളരെ അലർജിയോടെ കാണുന്ന രൂപത്തിലുള്ള ഗായകന്മാരെ കൊണ്ടുവന്ന് ഈ ബുർദയുടെ പേര് പറഞ്ഞ് നടത്തുന്ന ഈ കൂത്താട്ടങ്ങള് എന്റെ സ്നേഹിതന്മാര് നിർത്തിവെക്കണം. വേണ്ട, അങ്ങനത്തെ ഒന്നും ഒരു ഉപകാരമില്ല. എന്നെക്കാട്ടി നല്ലത് ഒരു മജ്ലിസേ അവിടെ ഇല്ലാതാക്കലാ നല്ലത്. ഈ ഹറാമായ തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനേക്കാളും നല്ലത്. ഒരു മങ്കൂസ് മൗലൂദ് ഓതി ഉസ്താദിനെ കൊണ്ടുവന്ന് നിങ്ങള് ദ്വാരിപ്പിച്ചോളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഖസീദത്തുൽ ബുർദ ചൊല്ലുവീൻ. അതല്ലാതെ ഈ അശ്ലീലമായ വാക്കുകളെല്ലാം പണ്ട് ജാഹിലിയായ കാലഘട്ടത്തിലുള്ള ആ ചുറ്റുപാടിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാൻ പാടില്ല. കുറച്ചെങ്കിലും നാണമര്യാദ ഉള്ളവരല്ലേ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള ബോധം എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഏത് മംഗലം കഴിക്കുന്നവരും കഴിക്കാൻ പോകുന്നവരും ചിന്തിക്കുക. ഇങ്ങനത്തെ പാട്ടും കൂത്താട്ടൊന്നും ഇസ്ലാമിലില്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം വളരെ തെറ്റാണ്, വളരെ മോശാണ്. ഈ ഉമ്മത്തിനെ പറയിപ്പിക്കലാണ്, ദീനിനെ പറയിപ്പിക്കലാണ് എന്ന് വളരെ വളരെ ശക്തമായ ഭാഷയില് ഞാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരോടും ഇതിന് കൂട്ടുനിൽക്കുന്നവരോടും ഞാൻ അപലപിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാം നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. ഈ ദീനിന്റെ മഹത്വം ആദരവും വകവെച്ചുകൊണ്ട് വരും തലമുറക്ക് നമ്മൾ ഏറ്റെടുത്ത ദൗത്യം കൈമാറാൻ എല്ലാ തൗഫീഖും റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ